ന്യൂസ് 16 കേരള. കുവൈത്തിൽ കപ്പൽ അപകടത്തിൽ കാണാതായ 2 ഇന്ത്യക്കാരുടെ മൃതദേഹം കണ്ടെത്തി. കുവൈത്ത് ഇറാൻ സമുദ്രാതിർത്തിയിൽ കപ്പലപകടത്തിൽ കാണാതായ 2 ഇന്ത്യക്കാരുടെ മൃതദേഹം കണ്ടെത്തി. ഒരു മലയാളി അടക്കം 2 പേരുടെ മൃതദേഹം ആണ് കിട്ടിയതെന്ന് സൂചനയുണ്ട്. ഒപ്പം 2 ഇറാൻ പൗരന്മാരുടെ മൃതദേഹവും കിട്ടി. ഇവരുടെ വിവരം കുവൈത്ത് ഔദ്യോഗികമായി കൈമാറിയിട്ടില്ല. കണ്ണൂർ സ്വദേശി അമൽ സുരേഷാണ് അപകടത്തിൽ കാണാതായി ഇനിയും കണ്ടെത്താനുള്ള മലയാളി. എല്ലാ ശ്രമവും തുടരുന്നുവെന്ന് അധികൃതർ അറിയിക്കുന്നു. കണ്ണൂർ കരുവഞ്ചാൽ സ്വദേശിയാണ് കാണാതായ അമൽ. അമലിനെ കുറിച്ച് ഇനിയും ഔദ്യോഗിക വിവരങ്ങൾ കിട്ടാതെ കുടുംബം കടുത്ത മനോവിഷമത്തിലാണ്. DNA പരിശോധനയ്ക്ക് കുവൈത്തിലെ ഇന്ത്യൻ എംബസി ബന്ധപ്പെട്ടല്ലാതെ അമലിനെ തിരിച്ചറിഞ്ഞോ ഇല്ലയോ എന്നതിൽ 3 ആഴ്ചയായിട്ടും അറിയിപ്പൊന്നും ലഭിച്ചിട്ടില്ല. മകന്റെ ശരീരമെങ്കിലും നാട്ടിലെത്തിക്കാൻ സഹായം തേടുകയാണ് അച്ഛനും അമ്മയും. ഇറാനിയൻ കപ്പലായ അർക്ദറിലായിരുന്നു അമലിന്റെ ജോലി. ഓഗസ്റ്റ് 28-നാണ് അവസാനമായി വിളിച്ചത്. സെപ്റ്റംബർ 1-ന് ഇറാൻ കുവൈത്ത് അതിർത്തിയിൽ കപ്പൽ അപകടത്തിൽപ്പെട്ടെന്നും അമലും ഒരു തൃശൂർ സ്വദേശിയും ഉൾപ്പെടെ 6 പേരെ കാണാതായെന്നും വിവരം നേരത്തെ കിട്ടിയിരുന്നു. 3 മൃതദേഹങ്ങൾ കുവൈത്ത് ഇറാൻ സംയുക്ത സേനകളുടെ തിരച്ചിലിൽ കണ്ടെത്തി. DNA പരിശോധനയ്ക്കായി കുവൈത്തിലെ എംബസി കുടുംബത്തെ ബന്ധപ്പെട്ടു. സാമ്പിൾ ഫലം അയച്ചുകൊടുത്തു. എന്നാൽ പിന്നീട് ഒരറിയിപ്പും ലഭിച്ചിട്ടില്ല. മുഖ്യമന്ത്രിക്കും കേന്ദ്രമന്ത്രിമാർക്കും സുരേഷ് അപേക്ഷ നൽകിയിരുന്നു. എംബസിയിൽ നിന്നും അമലിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ലഭിച്ചില്ല. രേഖകളെല്ലാം അയച്ചെന്നല്ലാതെ നോർക്കയിൽ നിന്നും മറുപടിയില്ലെന്ന് അമലിന്റെ കുടുംബം പറയുന്നു. കപ്പൽ കമ്പനിയുമായി ബന്ധപ്പെട്ട സാങ്കേതിക പ്രശ്നങ്ങളും തടസ്സമാകുന്നുവെന്നാണ് മറ്റു വഴികളിലൂടെ ബന്ധുക്കൾ അറിഞ്ഞത്. അപകടത്തിൽപ്പെട്ട തൃശൂർ സ്വദേശിയുടെ കാര്യത്തിലുമുണ്ട് അവ്യക്തത. ഇനിയും വൈകുന്നത് വലിയ വേദന. ന്യൂസ് 16 ന്യൂസ് ഡെസ്ക്. പക്ഷമില്ല, വിവേചനമില്ല. നേരിനൊപ്പം, നാടിനൊപ്പം, നാട്ടുകാർക്കൊപ്പം. ന്യൂസ് 16 കേരള ചാനൽ.